ധന്യ, ചൈനയിൽ പുതിയ വൈറസ് പടർന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയൊക്കെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ നമ്മുടെ ആരോഗ്യമന്ത്രിയും ശ്രദ്ധിക്കണം, ഗുരുതരമായ രോഗങ്ങളുള്ളവരൊക്കെ മാസ്ക് ധരിക്കണം എന്ന പുതിയ നിർദ്ദേശം പുറത്തു വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താകും സ്ഥിതി? ഒരു ലോക്ക്ഡൗണിലേക്ക് പോവുകയാണോ നമ്മൾ? പറയാൻ കഴിയില്ല. കാരണം ചൈന ഇപ്പോഴും പറയുന്നത് ഇത് ഈ മഞ്ഞുകാലത്ത് വരുന്ന ചില രോഗങ്ങളിലൊന്നാണ്, അല്ലാണ്ട് ഇത് വലിയ സംഭവമൊന്നുമല്ല, ഇത് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നൊക്കെയാണ് ചൈന പറയുന്നത് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അത് ചൈന ഒരിക്കലും കൊറോണ വന്നപ്പോഴും ചൈന ഇപ്പോഴും പറഞ്ഞിട്ടില്ല ചൈനയിൽ നിന്നാണ് അത് പൊട്ടിപ്പുറപ്പെട്ടതെന്ന്. പലരും കണ്ടുപിടിച്ചതാണ്. അതുപോലെ തന്നെ ഇതും ചൈന നിഷേധിക്കുകയാണ്. ചൈന ഒരിടത്തും സമ്മതിക്കില്ല. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ മരിച്ചു വീണാലും ചൈന ഇതൊട്ട് സമ്മതിക്കാൻ പോകുന്നുമില്ല. പക്ഷേ കേരളത്തിൽ ലോക്ക്ഡൗൺ വന്നാൽ കേരളത്തിലുള്ളവർക്ക് ഇനി താങ്ങാൻ കഴിയില്ല. കാരണം സാമ്പത്തികമായി സാധാരണക്കാർ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളതാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, കൂലിവേല ചെയ്യുന്നവർ, കർഷകർ, അങ്ങനെ നിരവധി പേർ, എന്തിനേറെ മാധ്യമപ്രവർത്തകർ നമുക്ക് തന്നെ ചിലപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ലോണിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ നമ്മളൊരു ലോക്ക്ഡൗൺ താങ്ങാവുന്നതിലും അപ്പുറം താങ്ങി അനുഭവിച്ചവരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊറോണയേക്കാൾ അല്ലെങ്കിൽ ഒരു വൈറസിനേക്കാൾ ഭയം ലോക്ക്ഡൗൺ ഉണ്ടാവുമോ എന്നുള്ളതാണ്. കാരണം നമ്മുടെ ജീവിത വ്യവസ്ഥയെ തന്നെ അത് മാറ്റിമറിച്ച് കളയുമെന്നുള്ളതാണ്. എന്തായാലും ഇതിപ്പോഴൊന്നും തുടങ്ങിയതല്ല. ചൈനയിൽ ഒരു 6 മാസം മുൻപേ തുടങ്ങിയതാണ് എങ്കിൽ ചൈനയിൽ നിന്ന് എത്ര പേർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടാകും, എത്ര പേർക്ക് ചിലപ്പോൾ ഈ രോഗം വന്നിട്ടുണ്ടാകും, നമ്മളത് ശ്രദ്ധിക്കാതെ തന്നെ അത് ചിലപ്പോൾ പോയിട്ടുണ്ടാകും. ചിലർ മരിച്ചത് ഈ രോഗം മൂലമായിരിക്കാം, ചിലപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ മരിച്ചവരുണ്ടാകാം, സാധാരണ രീതിയിൽ പനിയൊക്കെ മുറിച്ച് മരിച്ചവരുണ്ടാകും. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു ആശങ്ക തന്നെയാണ്, ഇത് പടർന്നു പിടിക്കുമോ, ലോകം വ്യാപിക്കുമോ, ലോകം മുഴുവൻ ഈ രോഗം വ്യാപിക്കുമോ, വൈറസ് വ്യാപിക്കുമോ എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് HMPV എന്നാണ്, ഇതിൻ്റെ ലക്ഷണങ്ങളൊന്നും പൊതുവെ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ്. ജലദോഷത്തിന് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ HMPV. സാധാരണ സന്ദർഭങ്ങളിൽ ഇത് ചുമ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ, മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകുന്നു. ചെറിയ കുട്ടികളിലും പ്രായമായവരിലും HMV ഗുരുതരമായേക്കാം. പ്രതിരോധശേഷി കുറഞ്ഞവരിലും വൈറസ് ഗുരുതരമായി മാറും. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ, ഇതാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. ശ്വാസകോശത്തിന് മുകൾ ഭാഗത്ത് ബാധിക്കുന്ന ഒരു അണുബാധയാണ് HMPV എന്ന് പറയുന്നത്. എന്നാൽ ഇത് ചിലപ്പോൾ ന്യൂമോണിയ, ആസ്മ, ഫെയിലർ പോലുള്ള ലോവർ അണുബാധയായി മാറാറുണ്ട് എന്നാണ് പറയുന്നത്. ഇത് വലിയ രീതിയിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി വഷളാക്കാൻ, അതായത് മരണം വരെ സംഭവിക്കാൻ കാരണമാകുന്ന രീതിയിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി കുറച്ചു കൊണ്ടുപോകാനും ഇതിന് സാധിക്കും. 2001 US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ HMP കണ്ടെത്തുന്നത്. 2001 അന്ന്. പക്ഷേ അത് വലിയ രീതിയിൽ അത് ചർച്ച ആക്കിയില്ല. പിന്നീട് ഇപ്പോൾ ചൈനയിൽ ഇതെങ്ങനെ വന്നു എന്നുള്ളത് പോലും ചൈന പുറത്തുവിടാത്ത സാഹചര്യത്തിൽ നമുക്കറിയില്ല ഇതെങ്ങനെയാണ് പടർന്ന് പന്തലിച്ചത് എന്നുള്ളത്. ഇതിൻ്റെ പ്രതിരോധ മാർഗങ്ങൾ എന്ന് പറയുന്നത്, രോഗം പടരാതിരിക്കാൻ കുറഞ്ഞത് 20 സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടയ്ക്ക് കഴുകണം. കഴുകാത്ത കൈകൾ കൊണ്ട് കണ്ണിലോ മൂക്കിലോ വായിലോ സ്പർശിക്കുന്നത് ഒഴിവാക്കുക. രോഗികളുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക. ജലദോഷം പോലെയുള്ള ലക്ഷണങ്ങളുള്ളവർ പുറത്തിറങ്ങുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ മാസ്ക് നിർബന്ധം. അതായത് വീണ്ടും ഒരു മാസ്ക് ലോകത്തേക്ക് നമ്മൾ പോകുന്നു. ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത്, നിലവിൽ HMPVക്ക് പ്രത്യേക ആൻറ്റി വൈറൽ ചികിത്സയൊന്നുമില്ല. വാക്സിനും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പരിചരണം കൊടുക്കുന്നത്. തീവ്രതയെ ആശ്രയിച്ച് രോഗത്തിൻ്റെ ദൈർഘ്യം വ്യത്യാസപ്പെടാം. സാധാരണ ഇൻക്യുബേഷൻ കാലയളവ് 3 മുതൽ 6 ദിവസം വരെയാണ്. കോവിഡിന് സമാനമായ ചുമ, പനി, ശ്വാസതടസ്സം, തൊണ്ടവേദന തുടങ്ങിയവ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഈ രോഗം പ്രകടിപ്പിക്കും. 2024 വൈറോളജി ജേർണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് കോവിഡിന് ശേഷം ചൈനയിലെ വുഹാനിൽ HMV കേസുകൾ വർദ്ധിച്ചു. 2023 ഏപ്രിൽ 29 ജൂൺ 5 ഇടയിൽ എല്ലാ ദിവസവും HMV അണുബാധകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് പഠനം പറയുന്നത്. അപ്പോൾ ഗുരുതരമായി നമ്മൾ എന്താ പറയുക, ശ്രദ്ധിക്കണം. സർക്കാർ പറയുന്നത് പോലെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ
ഗുരുതരമായി ഈ രോഗം പടർന്നു പന്തലിക്കാനും പടർന്നു പിടിക്കുവാനും സാധ്യതകളേറെയാണ്. ചൈനയിലല്ലേ കൊറോണ എന്ന് പറഞ്ഞ് ആശിച്ചവർക്കിടയിലേക്കാണ് കൊറോണ കണ്ണടച്ച് തുറക്കും മുമ്പേ പടർന്നു കയറിയത്. അതിൻ്റെ പിന്നീട് വകഭേദങ്ങളായി ഒമിക്രോൺ ഒക്കെ വന്ന് നമ്മളെ വലിയ രീതിയിൽ ശാരീരികമായി ബുദ്ധിമുട്ടിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും HMPV ചില്ലറക്കാരനൊന്നും അല്ല. വൈറസ് വാക്സിൻ കണ്ടെത്തിയിട്ടില്ല, അതിന് മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല. തീവ്രത അനുസരിച്ച് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം എന്നുള്ളതിനപ്പുറം പിന്നെ ഇതിന് പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പനി, ജലദോഷം, തൊണ്ടവേദന, ശ്വാസതടസ്സമുള്ളവർ സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിച്ച് അതിൻ്റെ കൂടുതൽ അല്ലെങ്കിൽ ചികിത്സയിലേക്ക് പോകുക. കഴിവതും കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലുള്ളവർ ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ, എല്ലാ പനിയും ജലദോഷവും ചുമയും ശ്വാസമുട്ടലും ഒന്നും HMPV എന്നല്ല പറയുന്നത്. പക്ഷെ അങ്ങനെയാണ് എങ്കിൽ മാസ്ക് ധരിക്കുക, 20 മിനിറ്റെങ്കിലും കൈ സോപ്പിട്ട് കഴുകുക. അതിനുശേഷം മാത്രം കൊറോണയ്ക്ക് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുത്തോ അതിൻ്റെ എല്ലാ മുൻകരുതലുകളും ആവശ്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കൊറോണ പനി ന്യൂമോണിയയിലേക്ക് കൊണ്ടുപോകാൻ കുറേ താമസമെടുക്കും. കാരണം നമ്മളത് പൂർണ്ണമായും ശ്രദ്ധിച്ചാൽ മരണം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല. ന്യൂമോണിയയിലേക്ക് പെട്ടെന്ന് തന്നെ ഈ രോഗം നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് സർക്കാർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഇന്ന് മുതൽ മാസ്ക് നിർബന്ധമാക്കുക. അതൊരു കുറച്ചിലായോ അല്ലെങ്കിൽ എനിക്ക് രോഗമുണ്ട് എന്ന് മറ്റുള്ളവർ ഇതൊന്നും ചിന്തിക്കേണ്ട. മാസ്ക് നിർബന്ധമാക്കി മുന്നോട്ട് പോകുക. തന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആരോഗ്യമന്ത്രി ഈ ഹ്യൂമൻ മെറ്റാന്യൂമ വൈറസുമായി ബന്ധപ്പെട്ട് അഥവാ HMPV ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകൾ നിർബന്ധമായി മാസ്ക് ധരിക്കണം, ഗർഭിണികൾ മാസ്ക് ധരിക്കണം, കുട്ടികൾ മാസ്ക് ധരിക്കണം. അതുപോലെ തന്നെ പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, ഉദാഹരണത്തിന് പ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട അസുഖമാണ് അലർജി എന്ന് പറയുന്നത്, അതുപോലെ തന്നെ പ്രതിരോധ ശേഷി കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആളുകളെല്ലാം മാസ്ക് ധരിക്കണമെന്നാണ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ആരോഗ്യവകുപ്പ് ഈ വൈറസുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ. ആദ്യഘട്ടത്തിൽ അങ്ങനെ മാത്രമേ ആരോഗ്യവകുപ്പിന് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പൊതുജനങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധ എടുക്കുക അല്ലെങ്കിൽ കരുതലെടുക്കുക എന്ന് തന്നെയാണ്. കൃത്യമായി മാസ്ക് ധരിക്കുക. മാസ്ക് ധരിച്ചാൽ ഈ ഒരു പ്രശ്നത്തെ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഇത് പിടിപെടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുക, സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ കഴുകുക. പല സ്ഥലങ്ങളിലും തൊട്ട ശേഷം നമ്മുടെ കണ്ണിൽ അതുപോലെ തന്നെ മൂക്കിൽ വായിലൊക്കെ തൊടുന്ന പ്രവണത ഒഴിവാക്കുക. അപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഈ പറയുന്ന പോലെ ഈ ശ്വാസകോശത്തിൻ്റെ മുകൾ ഭാഗത്താണ് ഇത്തരത്തിലൊരു ഇൻഫെക്ഷൻ പിടിപെടുന്നത്. ഇത് കൊറോണയാണെങ്കിൽ 14 ദിവസം വരെ അതിൻ്റെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു, ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് 3 മുതൽ 6 ദിവസം വരെയാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ്. അതായത് വൈറസ് അത്യാവശ്യം സ്ട്രോങ് ആണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇത് പെട്ടെന്ന് ന്യൂമോണിയയിലേക്ക് കൊണ്ടുപോവുകയും ലോവർ ഇൻഫെക്ഷൻ, അതായത് ശ്വാസകോശത്തിൻ്റെ ലോവർ സൈഡിലേക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് കൊണ്ടുവന്ന് എത്തിക്കുകയും അവിടെ കൺജക്ഷൻ ഉണ്ടാക്കുകയും ശ്വാസം കിട്ടാത്ത രീതിയിലേക്ക് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങളിലേക്ക് പോവുകയും, ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി ഒക്കെ ജീവൻ നിലനിർത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പല ന്യൂമോണിയ കേസുകളും പോകും. ബുദ്ധിമുട്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ പല കഫം വർദ്ധിക്കുന്ന രീതികൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വർദ്ധിക്കുന്ന രീതിയിലുള്ള പലതരം മറ്റു കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പം പൊടിയിൽ പോയി കളിക്കുക, ഇത്തരം കാര്യങ്ങളടക്കം നമ്മൾ പ്രതിരോധിച്ചുകൊണ്ട് കൃത്യമായി മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ഇതിനെ നമുക്ക് കൊറോണയെ പോലെ തന്നെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാം. അതുകൊണ്ട് ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു മുൻകരുതലോട് കൂടിയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും മാസ്ക് നിർബന്ധമാക്കുക. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവരൊക്കെ, ദൂരയാത്ര പോകുന്നവർ, ഡെയിലി ബസ്സിലൊക്കെ യാത്ര ചെയ്ത് വരുന്നവർ, അവരൊക്കെ മാസ്ക് നിർബന്ധമാക്കുക. കുട്ടികൾ, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ ഒക്കെ മാസ്ക് നിർബന്ധമാക്കുക. പ്രത്യേകിച്ച് ഇപ്പം രാവിലെ നല്ല തണുപ്പായതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് മഞ്ഞും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് വരുന്ന അസുഖമായിരിക്കുന്നത്. ഏത് തരത്തിലാണ് നമുക്ക് അറിയാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ആരോഗ്യവകുപ്പ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായും പാലിച്ച് മുന്നോട്ട് പോവുക.